ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE-യും UAE ഗവൺമെൻറ്റും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UAE-യിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരൊരു പിന്മാറ്റ നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല, കമ്മിറ്റി ആയതേ ഉള്ളൂ, അവർ പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദുബായ് ഹോൾഡിങ്സ് 2017 ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത്. ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന നിലയാണുണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ, ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത്. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക. എന്നാൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും, അത് വേറെ. പാർക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥതയിൽ തന്നെയാണ് നിൽക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു എന്ന് വരാം, സ്വകാര്യ പദ്ധതികൾ വന്നു എന്ന് വരാം. അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും. ഇപ്പോൾ അവിടെ നിന്നടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ. ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ. ഇപ്പോൾ 246 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി SPV രൂപീകരിച്ചത്. ഈ 246 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം. ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൽ 99% സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ്. പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലമില്ല. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള 246 ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ IT വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇത്തരമൊരു നയം സ്വീകരിക്കേണ്ടത്. പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ? സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ സമർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന, റവന്യൂ, നിയമ
IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത്.